ഇപ്പോൾ ശ്രീ എ സജീവൻ മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സജീവൻ, ശശി CPM-ന് അനഭിമതനായി എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പുറത്തേക്കുള്ള വഴിയിലല്ലേ ശശി? ശശിക്കെതിരെ നേരത്തെ തന്നെ പാർട്ടി പലതവണ നടപടി എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പാർട്ടി അംഗീകരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത പല നടപടികളെയും ഒരു ഘട്ടത്തിൽ മൂടി വെക്കേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നടപടികളിലേക്ക് പോയി. അപ്പോഴും ശശിയുടെ ഭാഗത്തുണ്ടാവുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് വ്യക്തിപരമായ രീതിയിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നടപടികളിലേക്ക് പോകേണ്ടി വരും. ഇപ്പോഴും അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ ശശിക്കെതിരെ നടപടി എടുക്കേണ്ടി വരും ഇല്ലേ? ഇത് പാർട്ടിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ശശിക്ക് പിണറായി വിജയന്റെ പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ അതിനി അങ്ങോട്ടുണ്ടാകുവാനും സാധ്യതയില്ല അല്ലേ? നമുക്കറിയാമല്ലോ, ഇതിനിടയിൽ തന്നെ ശശിയുടെ ഭാഗത്ത് ഒരു പലപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത്, പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തൊക്കെ വീഴ്ചകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും. അവർ പല നടപടികളും നടപടി ചോദിച്ചു വാങ്ങുന്ന രൂപത്തിലുള്ള കൂടി ആയിത്തീരാം. പക്ഷെ അത് ഒന്നോ രണ്ടോ തവണയാണ്. ശശിയെ സംബന്ധിച്ചിടത്തോളം അതല്ല. ശശിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. പറയാതെ തന്നെ അറിയാവുന്ന പല കൃത്യമായിട്ടും ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഏത് പാർട്ടിയിലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ആരോപണങ്ങൾ വരെ വന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ആരുടെയൊക്കെ പിന്തുണയുണ്ട് എന്ന് വിചാരിച്ചാൽ പോലും എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റും? അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിനെ സംരക്ഷിച്ച് നിർത്തുക അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ശ്രീ എസ് സജീവൻ. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, എന്തായാലും ശശിക്കെതിരെ വിശദീകരണം ചോദിക്കണം എന്നുള്ള ആവശ്യം കൂടിയാണല്ലോ ഈ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിലെ കാര്യങ്ങൾ കടക്കും എന്ന് ഇപ്പോൾ കരുതേണ്ട ഒരു സാഹചര്യമാണോ? നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയന് താല്പര്യമുള്ള ഒരാളായിരുന്നു PK ശശി. അതിനും ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. പാലക്കാട് ജില്ലയെ ഏത് തരത്തിലാണ് പിണറായി പക്ഷത്തേക്ക് അടുപ്പിച്ചത്, അതിൽ ശശിക്കുള്ള റോള്, ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മഞ്ജുഷ, ആവശ്യത്തിലധികം സംരക്ഷണം ലഭിച്ച ഒരു നേതാവ് കൂടിയാണ് PK ശശി. പല കാലത്തും PK ശശിക്കെതിരെ ആരോപണങ്ങൾ, പാർട്ടിയിൽ വിഭാഗീയത കത്തിയുന്ന കാലത്തടക്കം VK ശശിക്കെതിരെയുള്ള പരാതികൾ, ആരോപണങ്ങളും ഒക്കെ ഉയർന്നതാണ്. ആ ഘട്ടത്തിലെല്ലാം തന്നെ PK ശശിക്ക് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു കവചം അല്ലെങ്കിൽ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെയും അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത്തരം സംരക്ഷണം നൽകുന്നതിനപ്പുറത്തേക്ക് PK ശശിയുടെക്കെതിരായുള്ള ആരോപണങ്ങൾ ഉയരുകയും അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുകയും ഒക്കെ ചെയ്തു. MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം അതിശക്തമായ രീതിയിലുള്ള സന്ദേശം തന്നെയാണ്, ഒരു തരത്തിലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നുള്ള സന്ദേശം തന്നെയായിരുന്നു നൽകിയത്. ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക ബ്രാഞ്ച് അംഗം മാത്രമാണ്, ഒരു പാർട്ടി അംഗം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അംഗത്തോട് വിശദീകരണം ചോദിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒന്നും ഏതെങ്കിലും കമ്മിറ്റിയുടെ അനുമതിയൊന്നും സാങ്കേതികമായി ആവശ്യമില്ല. പക്ഷേ PK ശശിയെ പോലെ ഒരാൾക്കെതിരെ വിശദീകരണം ചോദിക്കുകയും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോടുകൂടിയാവും അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുക. എന്തായാലും ഇനി ഏത് സമയത്തും PK ശശിക്ക് ഈ വിശദീകരണ കത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ കത്തിന് ശശി എന്ത് മറുപടി നൽകുന്നു എന്നതൊക്കെ പ്രധാനമാണ്. ശശിയെ സംബന്ധിച്ച് ഈ തരത്തിൽ ഇതിനെതിരെ അനുകൂലമായോ പ്രതികൂലമായോ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇനി പാർട്ടിയിലേക്ക് മടങ്ങി വരാം എന്നുള്ള, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പഴയ പ്രതാപത്തോടു കൂടി മടങ്ങി വരാം എന്നുള്ള ഒരു സാഹചര്യം പാലക്കാട്ടെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അത്തരം ഒരു പ്രായോഗിക വിഷയം കൂടി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ UDF-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലീഗുമായിട്ടുള്ള ബന്ധം, അത്തരം ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ പറയുന്ന സീറ്റുകളല്ലാതെ മറ്റു ചില സീറ്റുകളിലേക്ക്, ഒറ്റപ്പാലം അടക്കമുള്ള ചില സീറ്റുകളിലേക്കൊക്കെ മത്സരിക്കാൻ PK ശശിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായ സ്ഥിരീകരണം അതിലൊന്നും നൽകാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ ഒരു താല്പര്യം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ മറുപക്ഷത്തെത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, പാർട്ടിക്ക് അതീതമായി പ്രാദേശിക തലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് PK ശശി. പാർട്ടി അദ്ദേഹത്തിനൊപ്പം ദീർഘകാലം പാർട്ടിയിലുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി വൃന്ദത്തെ എപ്പോഴും ഒപ്പം നിർത്തുകയും അവർക്ക് വേണ്ട സംരക്ഷണം നൽകുകയും അല്ലെങ്കിൽ അവരെ തനിക്ക് അനുകൂലമായി നിർത്തുകയും പാർട്ടി എന്നതിനപ്പുറത്തേക്ക് സ്വന്തം അനുയായികൾ എന്ന നിലയ്ക്ക് ആളുകളെയൊക്കെ നിർത്തിയിരുന്ന ഒരു നേതാവാണ്. മുമ്പ് പാർട്ടിയും അത്തരത്തിലേക്കുള്ള അദ്ദേഹത്തിന് ചില വാണിംഗൊക്കെ, മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മറുപക്ഷത്തേക്ക് പോയി മത്സരിക്കുക എന്നൊരു ആലോചന അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ചില സൂചനകൾ എന്തായാലും ഉണ്ട്. എന്തായാലും പാർട്ടി ആ തരത്തിൽ വിലയിരുത്തുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാവുന്നത്, PK ശശി എന്ന നേതാവിനെ CPM സംസ്ഥാന നേതൃത്വം കൈവിട്ടിരിക്കുന്നു. PK ശശി എന്ന നേതാവിനെ ഇനി ഈ തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുണ്ടോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അനിവാര്യമായ ഒരു നടപടിക്ക് മുന്നിലാണ്. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ് കിരൺ. ഇന്നലെ മണ്ണാർക്കാട്ടെ പ്രകടനം അതിന്റെ ഒരു വ്യക്തമായ സൂചനയുമാണ്. PM ആർ ഷോയുടെ വാക്കുകൾ കൂടി കേൾക്കാം. അത് ശശിക്കെതിരെയുള്ള കടന്നാക്രമണം തന്നെയായിരുന്നു. ആർ ഷോയുടെ വാക്കുകൾ.